തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിച്ചു. ആന ക്ഷീണിതനെങ്കിലും ആശങ്കാജനകമായ സാഹചര്യമില്ല എന്ന് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ വ്യക്തമാക്കി. മയക്കുവെടിയേറ്റ ആനയെ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ച കാഴ്ചയ്ക്കും അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24-ലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. ആഴ്ചകൾക്കിപ്പുറം പ്രാഥമിക ചികിത്സ നൽകി. പക്ഷേ ചികിത്സ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങി. ഈ ദൃശ്യങ്ങൾ കൂടി 24 പുറത്തുവിട്ടതോടെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നത്. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഇന്ന് രാവിലെ കണ്ടെത്തിയത് വെറ്റിലപ്പാറയിലെ ചിക്ലായിൽ നിന്ന്. കൂട്ടിന് ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന ഇരുവരും കാലടി പ്ലാന്റേഷനിലേക്ക്. പിന്നാലെ ദൗത്യസംഘം പ്ലാന്റേഷനിൽ. ഏഴാറ്റുമുഖം ഗണപതി അരികിൽ നിൽക്കെ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടിവെച്ചു. വെടിയേറ്റ ആന ഗണപതിക്കൊപ്പം അല്പദൂരം മുന്നോട്ട് നീങ്ങിയെങ്കിലും പതിയെ മയങ്ങി. ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിക്ക് ആപത്ത് പിണഞ്ഞുവെന്ന് മനസ്സിലായ ഏഴാറ്റുമുഖം ഗണപതി പലകുറി മുറിവേറ്റ കൊമ്പനെ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു. ആന താഴെ വീണതും ഗണപതിയെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ച് കാട്ടിലേക്ക് തുരത്തി. പിന്നാലെ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ആനക്കരികിലെത്തി പ്രാഥമിക ചികിത്സ നൽകി. മുറിവിൽ മരുന്ന് വെച്ച ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമം. അതിനിടയിൽ ആന സ്വയം എഴുന്നേറ്റു. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് ആനയെ തള്ളി അനിമൽ ആംബുലൻസിൽ കയറ്റി. ഒരു മണിക്കൂറിനകം ആനയെ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു. ആനയുടെ മുറിവിന് ഒരടിയോളം താഴ്ചയുണ്ടെന്ന് ഡോക്ടർ അരുൺ സഖറിയ. ആശങ്കയുടെ നാളുകൾക്കിപ്പുറം അഭയാരണ്യത്തിൽ ആനയ്ക്ക് അഭയകേന്ദ്രമൊരുങ്ങി. ഇനി ചികിത്സയുടെ നീണ്ട നാളുകളാണ്. കോടനാട് അഭയാരണ്യത്തിൽ നിന്നും ടീം 24.